ഈ 10ാമത്തെ അവതാരം വരാൻ പോകുന്നത് കൽക്കി അവതാരമാണ്. മനുഷ്യൻ നശിപ്പിച്ച് പ്രകൃതിയെ നശിപ്പിച്ച് യുദ്ധമെല്ലാം ഉണ്ടാക്കി നശിപ്പിക്കാൻ പോകുമ്പോ അവസാനം കൽക്കി വരികയാണ്. കൽക്കി ഉത്തർപ്രദേശിലെ കാശിക്കടുത്തുള്ള കൽക്കിയാന എന്ന് പറയുന്ന ബ്രാഹ്മണ കുലത്തിൽ ജനിക്കും കൽക്കി. അപ്പോ ആദ്യ കാലങ്ങളിലൊക്കെ ഇത് അറിയപ്പെടുന്ന കർക്കി എന്നാണ്. കർമ്മത്തിന്റെ അവസാനം കുറിച്ചാണ് കർക്കി എന്ന് പറയുന്നത്. പക്ഷെ അത് പിന്നെ കൽക്കി, കാലത്തിന്റെ അവസാനം കാണിക്കാൻ പറഞ്ഞ കൽക്കിയായി രൂപാന്തരം. ആ കൽക്കി വന്നപ്പോ പ്രകൃതിയെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യനെ സംഹരിക്കുകയും പ്രകൃതിയെ രക്ഷിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്യുന്ന അവതാരമാണ് കൽക്കി അവതാരം, 10ാമത്തെ അവതാരം. അപ്പൊ ഈ ഭാഗവതത്തിന്റെ നമ്മൾ വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങൾ നോക്കുമ്പോൾ ഓരോ അവതാരവും പ്രകൃതി എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അത് തെറ്റിയാൽ പ്രകൃതി എങ്ങനെ തിരിച്ചറിയും, പ്രകൃതി നമ്മൾ സംരക്ഷിക്കണം, പ്രകൃതി എങ്ങനെ നമ്മളെ രക്ഷിക്കുക, ഇത് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഭാഗവതത്തിന്റെ പ്രകൃതി സങ്കല്പം. ആ വലിയ പ്രകൃതി സങ്കല്പം മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് മനസ്സിലാവും. നിങ്ങളെ എന്നെ ഈശ്വരൻ സഭാപത്തിൽ ജനിപ്പിച്ചില്ല, നിങ്ങളെ എന്നെ ഈശ്വരൻ കലാകാരി പരിപൂർണ്ണം ജനിപ്പിച്ചില്ല, നിങ്ങളെ എന്നെ ഈശ്വരൻ ഹിമാലയത്തിന്റെ മുകളിലുള്ള മഞ്ഞ് കൊണ്ടിട്ടില്ല, ഗ്രീൻലൻഡിൽ കൊണ്ട് തന്നില്ല, മഞ്ഞ് മാത്രമുള്ള സ്ഥലം കൊണ്ടിട്ടില്ല. നമ്മളെ ആരെയും ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ഓസ്ട്രേലിയൻ റിസർച്ച് കൊണ്ടിരുന്ന ബംഗാൾ കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റോ? കിട്ടില്ല. ഈശ്വരൻ നമുക്ക് ചെയ്തത് ഏറ്റവും പ്രകൃതി ഭംഗിയുണ്ട്. എവിടെ നോക്കിയാലും സസ്യശാന്ത പ്രകൃതിയുണ്ട്. 44 നദികളുള്ള വെള്ളത്തിനൊരു ക്ഷാമവുമില്ലാത്ത, മനോഹരമായ കൃഷികൾ കാണാൻ ഒരു ക്ഷാമവുമില്ലാത്ത സുന്ദരമായ വെള്ളച്ചാട്ടങ്ങൾ നദികളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ നമ്മളെ ദൈവം ഇങ്ങനെയുള്ള സ്ഥലത്തെ അവതരിപ്പിച്ചത്. ഇവിടെ നമ്മൾ അവതരിച്ചോണ്ടല്ലേ നമുക്ക് ഈ പ്രകൃതി കാണാൻ പറ്റിയത്, പ്രോത്സാഹനം കണ്ട് ധരിക്കാൻ പറ്റിയത്. അവിടെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പറയുമ്പോ നമ്മുടെ വലിയ മാവ് വെച്ചിരിക്കുകയാണ്, നമ്മുടെ മാങ്ങാൻ നമ്മുടെ വീട്ടിൽ മറുവശത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ചക്ക. നമ്മളെ ചക്കപ്പഴെടുത്ത് അങ്ങേന്റെ ചെപ്പറായിട്ട് കഴിക്കാൻ, അതിനപ്പുറത്തോട്ട് നോക്കിയാൽ ബദാം കൊണ്ട് വെച്ചിരിക്കുന്നു. എവിടെ നിന്നൊക്കെ അമ്മ ഉണ്ടെന്ന് അറിയാമോ? ബദാം കൊണ്ടുവന്നത് യൂറോപ്പിൽ നിന്നാണ്, മാവ് കൊണ്ടത് ഓരോ സ്ഥലത്തു നിന്നാണ്. തെങ്ങ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. തെങ്ങ് അങ്ങ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്ന് സിലോൺ വഴി നമ്മുടെ അമ്മമാർ കൊണ്ടുവന്ന അവിടെ. അതിനകത്ത് കരിക്കവെള്ളം കുടിക്കാം, ഇഷ്ടംപോലെ പൊട്ടാസ്യം, ഇഷ്ടംപോലെ ആരോഗ്യം. അതിനകത്ത് കരിക്കടൽ കഴിക്കാം, ഒരു സംഭവമില്ല. മനുഷ്യന് ക്ഷീണം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആവശ്യം പൊട്ടാസ്യമാണ്. ആ പൊട്ടാസ്യം നമ്മൾ പെട്ടെന്ന് മരിച്ചു. ആ പൊട്ടാസ്യത്തിന്റെ ഏറ്റവും കേന്ദ്രമാണ് ഈ കരിക്കൽ പറയുന്ന സാധനം. പിന്നെ ഇത്രയും വലിയൊരു കർപ്പവൃക്ഷത്തിൽ നിന്ന് കുറെ കഷ്ടന്മാർ കളറുണ്ടാക്കി. ലോകകാരൻ ഈ കളറുണ്ടാക്കില്ല, സൗത്ത് ഏഷ്യക്കാരെ ലോകകാരുണ്ടാക്കി, അമ്മമാർ കളറുണ്ടാക്കി. അത് കുടിച്ച് കുറെ എണ്ണം കുടുംബം നശിച്ചു. കേരളത്തിൽ 60% നായന്മാരുടെ പ്രോപ്പർട്ടി ആയിരുന്നു. ഈ നായന്മാരെല്ലാം കാടുകളിൽ കുത്തിച്ചേർന്ന വസ്തുവെല്ലാം കളഞ്ഞു. ഞങ്ങൾ കുഞ്ഞുനമ്പ്യാര് കാലിന്റെ യവലോകത്തെ ഈ സസ്യശാല പ്രകൃതിയിൽ എന്ന് വന്ന് ദൈവത്തെ സ്നേഹിക്കാൻ, ആ പ്രകൃതിയെ പരിപോഷിപ്പിക്കാൻ, ആ പ്രകൃതി രമണീയതയെ ആസ്വദിക്കാൻ, ആ പ്രകൃതിയുടെ മനോഹാരത കണ്ട് അതിന്റെ ഗുണങ്ങളെടുത്ത് എല്ലാത്തരം പഴങ്ങളും എല്ലാം കഴിച്ച് എത്രയോ പുഷ്പങ്ങൾ ആ പുഷ്പമാണ് മനോഹാരത കണ്ട് ആസ്വദിച്ച് സന്തോഷമായി ലോകത്ത് ജീവിക്കാൻ പ്രകൃതി ഒരിക്കലും നശിപ്പിക്കാതെ. അതുകൊണ്ടാണ് യുവനോട് പ്രസിദ്ധമായിട്ട് വിഷയം, we have not inherited this earth from our ancestors, we have taken it as a long form of posterity. വരും തലമുറകളിൽ നിന്ന് കടമെടുത്താണ് നമുക്ക് കിട്ടിയ ഭൂമി, അപ്പന്മാർ നമുക്ക് തന്നു നൽകിയ ഭൂമി. അതുകൊണ്ട് വരും തലമുറകളെ നശിപ്പിക്കാതിരിക്കാൻ പ്രകൃതിയെ രക്ഷിക്കുക. അതുപോലെ നമുക്ക് തരുന്ന ആ പ്രകൃതിയുടെ തത്വം മനസ്സിലാക്കാൻ പ്രാർത്ഥിക്കുന്നു. 9 മണിക്ക് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. 9 മണിക്ക് പൂജ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ഷേത്രത്തിലെ ഭഗവതിയുടെയും ഇവിടുത്തെ പ്രതിഷ്ഠകളുടെയും ദേവന്മാരുടെയും ദേവിമാരുടെയും എല്ലാ അനുഗ്രഹങ്ങളും തന്ന സമർത്ഥമായ വർഷം നിങ്ങൾക്ക് തരാൻ ഭഗവാൻ ഭഗവതി കഴിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ പ്രസംഗിക്കുന്നു. നമസ്കാരം. ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ആദരിക്കുന്നു.